السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. باب ما جاء في مشية رسول الله صلى الله عليه وسلم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു നടന്നിരുന്നത്? നടത്തത്തിൻ്റെ രൂപം എങ്ങനെയായിരുന്നു? സ്പീഡ് ഉണ്ടായിരുന്നോ? വേഗത്തിലായിരുന്നോ? ആ നടത്തം എങ്ങനെയായിരുന്നു? തൻ്റെ കാലിൻ്റെ ചലനങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു ശൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേക്കാൾ ഭംഗിയുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഭൂമിയിൽ. ഒന്നുമില്ല നബിയേക്കാൾ ഭംഗിയില്ല, ആണുമില്ല പെണ്ണുമില്ല. കാന്ന ശംസ തജ്രി ഫീ വജ്ഹി. നബി ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ സൂര്യൻ മുഖത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ തോന്നും. മുഖത്ത് സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ തോന്നും, വെട്ടിത്തിളങ്ങുന്ന മുഖം. വലാ റഅയ്തു അഹദ അസ്റഅ ഫീ മിശ്യതിഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തത്തേക്കാൾ വേഗതയുള്ള നടത്തക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. നല്ല വേഗതയായിരുന്നു നടത്തത്തിന്. അസ്റഅ ഫീ മിശ്യതിഹി മിൻ റസൂലില്ലാ. അങ്ങനെ ഒരു ആരോഗ്യമില്ലാത്ത ആൾക്കാർ നടക്കണ നടത്തമൊന്നുമല്ല. നബി തങ്ങളുടെ നടത്തത്തേക്കാൾ വേഗതയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. എത്രത്തോളം കാന്നമല്ലാർന്ന് തുത്തുവാലും, എത്ര പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളെത്തുകയെന്നറിയോ? ഭൂമി നബി തങ്ങൾക്ക് ചുരുട്ടിക്കൊടുക്കപ്പെടുന്നത് പോലെയാണ് നമുക്ക് തോന്നാറുള്ളത്. വളരെ പെട്ടെന്നൊരു സ്ഥലത്തേക്ക് എത്തും. ഇന്നാലനു ജിഹിദു അംബുസനാവ ഇന്നഹു ലഗൈറു മുഖ്തജിൻ. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് നബിൻ്റെ കൂടെ നടക്കുകയായിരിക്കും ചെയ്യുക. അത്രയും വേഗതയായതുകൊണ്ട് നമ്മൾ നുജിഹിദു അംബുസന, നമ്മളാകെ ഇങ്ങോട്ട് പ്രയാസപ്പെടും. വൈന്നഹു ലഗൈറു, നബി അതൊന്നും പ്രശ്നമാക്കില്ല, നബി അത് വേഗം നടക്കും. അപ്പോൾ നമ്മളതിനനുസരിച്ച് നടത്ത സ്പീഡ് കൂട്ടും. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തം. ഈ ഭയങ്കരം ഈ ഗാംഭീര്യമൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഷെയ്ഖാണെന്നൊക്കെ കൊണ്ട് വരുത്താൻ വേണ്ടി ഒരു പ്രത്യേക ഒരു കാനൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ സാവകാശമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ചില ആൾക്കാരെ കാണാം. ഉസ്താദുമാരും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അങ്ങനൊന്നല്ല, അത് വളരെ പെട്ടെന്ന് നടന്നു പോവാം. മറ്റൊരു അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രൻ ഇബ്രാഹിം ബിൻ മുഹമ്മദ് പറയാണ്, ഖാന അലിയുൻ ഇദാ വസഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അലിയാർ റസൂലുള്ളാഹിനെ വിശേഷിപ്പിക്കുമ്പോൾ പറയായിരുന്നു, ഖാന ഇദാ മശാ തഖല്ല കഅന്നമാ യൻഹത്തു മിൻ സ്വബബിൻ. ഒരു ചെറിയ കുന്നിൽ നിന്നൊക്കെ ഇറങ്ങുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കാറായിരുന്നു. കാലൊക്കെ പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ കാലിങ്ങനെ അങ്ങോട്ട് സ്ലോവാക്കി വെക്കണ പരിപാടിയില്ല, കാല് ഇങ്ങോട്ട് ഉയർത്തിയിട്ട് നടക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഒരു ജെന്റിൽമാൻ, ഒരു കരുത്ത് ആ നടത്തത്തിലും കാലെടുക്കുന്നതിനും. കാല് കണ്ട് പറിക്കുക ചെയ്യുക, ഭൂമിയിൽ ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ വെക്കുക ചെയ്യുക. വമാ ജാഫി തഖന്നുഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ തലയിൽ തൊപ്പിട്ടിരുന്നു. അല്ലെങ്കിൽ കനാഹ് എന്ന് പറഞ്ഞാൽ ഈ എണ്ണ കെട്ട് കഴിഞ്ഞാൽ തലപ്പാവിൻ്റെ താഴെ ഇടുന്നതാണ്. ഇപ്പോൾ തൊപ്പിയൊക്കെ ഇട്ടിട്ട് തലയിട്ടിട്ട മാതിരി അവർ തലപ്പാവിൻ്റെ അടിയിൽ എന്ത് വേറെ സീല വെക്കും. എന്തിനാ? തലപ്പാവിന് എണ്ണ പുരളാതിരിക്കാൻ വേണ്ടി. അങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഇരുന്നിരുന്നത്? ഖൈല ബിൻത്ത് മഖ്റമ, മഖ്റമ എന്നവരുടെ മകള് ഖൈല ബീബി പറയുന്നൊരു ഹദീസാണ് റളിയല്ലാഹു അൻഹാ. അന്നാ റഅത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദ്. അവരൊരിക്കൽ പള്ളിയിൽ നബി ഇരിക്കുന്നങ്ങനെ കണ്ടു. നബിനെ അവർക്ക് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കണ്ടു. വഹുവ ഖായിദുൽ ഖുർഫുസ. നബി ഖുർഫുസ എന്ന ഇരുത്തമാണ് ഇരിക്കുന്നത്. എന്താ ഖുർഫുസ ഇരുത്തം എന്ന് പറഞ്ഞാൽ? നേരെ നിലത്ത് പടിഞ്ഞിരിക്കുക, എന്നിട്ട് രണ്ട് കാൽമുട്ടുകൾ നിവർത്തി വെച്ചിട്ട് പള്ളയിലേക്ക് ഇങ്ങോട്ട് ചേർക്കുക. അങ്ങനെ കാൽമുട്ട് ഇങ്ങനെ തുടകൾ പള്ളയിലേക്ക് ചേർത്തിട്ട് കാൽമുട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഫലമ്മാ റഅയ്തു റസൂലല്ലാഹി അൽ മുതഖശ്ശിഅ ഫിൽ ജിൽസ വറഅയ്തു മിനൽ ഫർഖി. പക്ഷേ നബിൻ്റെ ആ ഇരുത്തങ്ങനെ കണ്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ ആകെ പേടിച്ചു പോയി. നബിൻ്റെ അങ്ങനെ പ്രത്യേകത ഉണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ പോലും പെട്ടെന്ന് ഇങ്ങനെ നോക്കിയാൽ ആരും ഭയപ്പെട്ടു, അടുക്കാൻ ഭയപ്പെട്ടു. നബിയായിട്ട് അടുത്ത് പോയാലോ പ്രശ്നം ഉണ്ടാവില്ല. ഒറ്റ കാഴ്ചയിൽ ആർക്കും പേടി, അടുത്ത് കണ്ട് പോകാൻ പേടിയാണ്. ഏത് വലിയ ആൾ വന്നാലും നബിൻ്റെ ആ ഇരുത്തത്തിൽ ഒരു ഒറ്റടിക്ക് ഒരു ഗാംഭീര്യം അങ്ങനെ ഉണ്ടാവും.
അബ്ബാദ് ബിൻ തമീം അൻ അബ്ബിഹി അന്നഹു റഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തൽഖിയൻ ഫിൽ മസ്ജിദ്. ഒരിക്കൽ ചെന്നപ്പോൾ നബിയുടെ പള്ളിയിൽ ഇങ്ങനെ മലർന്ന് കിടക്കുന്നത് ഞാൻ കണ്ടു. മാദിയൻ ഇഹ്ദാ റിജ്ലൈഹി അലൽ ഉഖ്റ, ഒരു കാല് മറ്റേ കാലിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ പള്ളിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്, മദീനത്തെ പള്ളിയിൽ നബി തങ്ങളിങ്ങനെ മലർന്ന് കിടക്കുന്നത് ഞാൻ കണ്ടു. അതിനൊന്നും ഇപ്പോൾ അയ്ബൊന്നുമില്ലേ. ഇപ്പോൾ ഒരു സാധാരണക്കാരനായിട്ട് ഇങ്ങനെ ജീവിച്ചു എല്ലാവരുടെയും ഇടയിൽ. ചിലപ്പോൾ മറ്റേ ഇരുത്തായിരുന്നത്, കാല് നിവർത്തി വെച്ചിട്ട് നിലത്തിരുന്നിട്ട് കാല് ഇങ്ങനെ നിർത്തി വെച്ചിട്ട് തുടയിലേക്ക് ഇങ്ങനെ ചേർത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇരുത്തണ്ടല്ലോ, കയ്യൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഇരുത്തം. ഈ ഇരുത്താണോ പറയണത്? ഇപ്പം എങ്ങനെ ഇരിക്കുന്നുണ്ട്, രണ്ട് കൈയൊക്കെ മുട്ടും ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ തുട എന്ത് ചെയ്യും? പള്ളിയിലേക്ക് ചേർന്ന് നിൽക്കുമല്ലോ. ഇങ്ങനെ ഇരുത്തം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പള്ളിയിൽ. ഒറ്റ കാഴ്ചയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ആകെ പേടിച്ചു പോയി എന്ന് കൈലാബി പറയുന്നതാണ്. ഇവിടെ ഒരിക്കൽ അങ്ങനെ മലർന്നിങ്ങനെ കിടക്കുന്നുണ്ട്, കാലുമേ കയറ്റി വെച്ചിട്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി അജ്മഈൻ. അതാണ് ഇഹ്തിബാ എന്ന് പറയുന്നത്. കൈകെട്ടി ഇങ്ങനെ ഇരിക്കുക, രണ്ട് കാല് നിവർത്തി വെച്ചിട്ട് കൈകെട്ടി. ചില പള്ളിയിലൊക്കെ അന്ന് ആൾക്കാർ ഇങ്ങനെ ഇരിക്കണ കാണാം. അതൊന്നും ഇപ്പോൾ നമ്മൾ ആരെയും ആക്ഷേപിക്കുകയൊന്നും ചെയ്യരുത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ചിലവർ അതൊക്കെ പല മനുഷ്യന്മാരും പല കോലത്തിലുണ്ടാകുക. ചിലവരിങ്ങനെ കയ്യും കെട്ടിയിട്ട് ഇങ്ങനെ മുട്ട് നിവർത്തിച്ചിരിക്കും. മറ്റൊരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജാബിർ ബിൻ സുമറത്ത് പറയാണ്, ഇടത് വശത്ത് തലയണ വെച്ചിട്ട് ആ തലയണമിലേക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണത് കണ്ടു. അങ്ങനെ ഉണ്ടാകാം, ഒരു തലയണ വെച്ചിട്ട് ആ തലയണമ്മൽ കൈ ഇങ്ങനെ ഊന്നിയിട്ടിരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. മറ്റൊരു ഹദീസ് അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബക്രത്ത് റളിയല്ലാഹു അൻഹു അബീബക്കർ പറയുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ വഹദീസുക്കും ബി അക്ബരിൽ കബായിരി. വൻദോഷങ്ങളിലെ വൻദോഷം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? അതേ അള്ളാഹു റസൂൽ പറഞ്ഞു തരൂ. ഏതാണ് വലിയ വലിയ ദോഷങ്ങൾ? ഒന്നല്ല ഇശ്റാക്ക് ബില്ലാ, അള്ളാഹുവിനോട് പങ്കു ചേർക്കുക, ആരാധനയിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക. ഹുഖൂഖുൽ വാലിദൈൻ, വാപ്പാനിമാനെ ബുദ്ധിമുട്ടിക്കുക, വല്യമാനെ ബുദ്ധിമുട്ടിക്കുക. വജലസ റസൂൽ, അതിങ്ങോട്ട് പറഞ്ഞിട്ട് റസൂൽ ഇരിക്കുകയാണ്. ബഹുവ മുത്തക്കിവൻ. നബി ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് സൈഡിലേക്ക് കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ നബി തങ്ങൾ നേരെ കണ്ടിരുന്നു. കൈ കുത്തിയിരുന്ന അള്ളാഹു റസൂൽ നേരെ ഇരുന്നിട്ട് പറഞ്ഞു, ഷഹാദത്ത് സൂർ, കള്ളസാക്ഷ്യം വഹിക്കുക. കോടതിയിലൊക്കെ പോയിട്ട് കള്ളസാക്ഷ്യം വഹിക്കുക. കോടതിയിൽ കള്ളക്കേസ് കൊടുക്കുമ്പോൾ കള്ളസാക്ഷികൾ വേണ്ടി വരൂലേ, അതിന് പോവുക. നബി ഗൗരവപ്പെടുത്താൻ വേണ്ടി ചെരിഞ്ഞ് കൈ കുത്തിയിരുന്നിരുന്ന അള്ളാഹു റസൂൽ നേരെ ഇരുന്നിട്ട് പറഞ്ഞു, വേർന്നുണ്ട് വൻദോഷം, കള്ളസാക്ഷ്യം വഹിക്കുക. ഹമാസാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ. നബി അതങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കള്ളസാക്ഷ്യം വഹിക്കുക, കോടതിയിൽ കള്ളസാക്ഷ്യം വഹിക്കുക, കോടതിയിൽ കള്ളസാക്ഷ്യം വഹിക്കുക. നബി അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. കുല്ലായാലയിത്തു, നബി ഒന്ന് പറയാതിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. ആ വിധത്തിൽ നബി ഒരുപാട് വട്ടം ആവർത്തിച്ചു. കള്ളക്കേസ് കൊടുത്തിട്ട് കള്ളസാക്ഷ്യം വഹിക്കുക എന്നുള്ളത് വൻപാപ്പങ്ങളിൽപ്പെട്ട വൻപാപ്പാണ്. ഇപ്പോൾ കല്യാണ കാര്യങ്ങളിലൊക്കെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. കല്യാണത്തിൽ തെറ്റി കുടുംബ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും ശ്രദ്ധിക്കുക, മറ്റേ ടീമിനെ പരാജയപ്പെടുത്താനാണ്. ഓരോരുത്തരും മറ്റേ ടീമിൽ നിന്ന് കൂടുതൽ പൈസ എങ്ങനെ കിട്ടുകയെന്ന് ഓരോരുത്തരും ആലോചിക്കുക. അപ്പോൾ അതിന് വേണ്ടി അടിച്ചു കുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കും. അതിന് കുടുംബത്തിലെല്ലാവരും പോയിട്ട് എന്ത് ചെയ്യും? ഞാൻ കണ്ടു, കുടുംബക്കാരല്ലേ പോയി കണ്ടുണ്ടാവുക കള്ളം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അതിനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടേ. അപ്പോൾ തലയണയിൽ കൈ ഊന്നി ഇരിക്കണത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അബൂ ജുഹൈഫത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, അമാ അനഫല ആക്കുരു മുത്തക്കിയ, ഞാൻ എന്താവില്ല ഈ തലയണയിന്മേൽ ഇരുന്നു, തലയണല്ല ഒരു വിരിപ്പിലിരുന്നു കൊണ്ട് ഞാൻ എന്താവില്ല ഭക്ഷണം കഴിക്കില്ല. ഈ ഇരിക്കണ ഒരു പ്രത്യേക സീറ്റുണ്ട്, കുഷ്യൻ എന്നൊക്കെ പറയാം. ഈ കുഷ്യനും ഇരുന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കില്ല. നിലത്തിരിക്കുമ്പോഴേ അവർക്ക് ഇരിക്കാനൊരു പ്രത്യേക ഇരിപ്പിടങ്ങളൊക്കെ വെക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിന്മേൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. തലയണ പോലെ, തലയണ എന്നാണ് എല്ലാത്തിനും പറയുക, പക്ഷെ അതല്ല. തലയണ എന്ന് നമ്മൾ ചാരി വെക്കുന്നതിന് മറ്റുമൊക്കെ പറയും. അങ്ങനെ ആ സീറ്റിലിരുന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കില്ല, നിലത്തിരുന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ചുരുക്കം. ഇനി ഒരാളെ കൈ ഊന്നി നിൽക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോയെന്നാണ്. എങ്ങനെ? പ്രായമൊക്കെ ആകുമ്പോൾ എന്താകും? തോളിൽ തൂങ്ങേണ്ടി വരും, കയ്യിൽ
ഊന്നി നടക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴാണത്? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ശാക്കിയൻ. നബി ഒരിക്കൽ അസുഖം ബാധിച്ചവരായിരുന്നു. ഒരിക്കൽ നബി തങ്ങൾക്ക് രോഗമുണ്ടായി, ഭയങ്കര അസുഖം ഉണ്ടായി. അപ്പോൾ ഖറജ യത്തക്കി അല ഉസാമത്ത് ബിൻ സയ്യിദിൻ. നബി എന്ത് ചെയ്തു? ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ശരീരത്തിൽ ഊന്നിപ്പിടിച്ചിട്ട് നബി പുറപ്പെട്ടു. അലൈഹി സൗബിൻ ഖിത്തരിയും ഖത്തവശഹബിഹി. ഒരു മുണ്ട് എന്തായിട്ടുണ്ട്? നബി കഴുത്തിലൂടെ ഇട്ടിട്ടുണ്ട്. ഒരു മുണ്ട് തോളിലിട്ടിട്ടേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസാമൻ്റെ കയ്യും പിടിച്ചിട്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. എന്നിട്ട് വസല്ലാബിഹിം, പള്ളിയിൽ വന്ന് നിസ്കരിച്ചു പോന്നു സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വേണ്ടത്. പള്ളിക്ക് പോകുന്നതിലുള്ള ഒരു ഉത്തരവാദിത്തം, ഒരു ആഗ്രഹവും ഒക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഒരൊറ്റ ഹദീസും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, നബിൻ്റെ എളാപ്പാൻ്റെ മകൻ, ദഖൽതു അലാ റസൂലില്ലാഹി ഫീ മർദിഹി അല്ലദീ തൂഫിയ ഫീഹി. നബി തങ്ങൾക്ക് വഫാത്തായി ലോകത്തോട് വിട പറഞ്ഞ ആ രോഗാവസ്ഥയിൽ ഞാൻ നബിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്തെങ്കിലും ഖിദ്മത്ത് വേണോ എന്ന് ചോദിച്ചിട്ട് വന്നാണ്. നബിക്ക് വേണ്ട വിചാരണകൾ കൊടുക്കാൻ വേണ്ടി. വഅലാ റഅസിഹി ഇസാബത്തുൻ സഫറ. അപ്പോൾ ഒരു മഞ്ഞ കളറുള്ള ഒരു തുണി കൊണ്ട് നബി നെറ്റി കെട്ടിയിട്ടുണ്ട്. ഭയങ്കര തലവേദന ഉണ്ടായിട്ട് ഒരു മഞ്ഞ വസ്ത്രം കൊണ്ടെന്തായിട്ടുണ്ട്? നെറ്റി വരിഞ്ഞ് കെട്ടിയിട്ടുണ്ട്. ഫഖാൽ, ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഫദ്ലോ ഖുൽതു ലബ്ബൈക യാ റസൂലല്ലാഹ്. അങ്ങനെ അവർ നബിക്കൊന്ന് മറുപടിയായി, നബിയെ അങ്ങയുടെ വിളിക്ക് ഞാൻ വീണ്ടും ഉത്തരം ചെയ്യുന്നു പറഞ്ഞിട്ട്, ലബ്ബൈക യാ റസൂലല്ലാഹ്. എന്താ നബിയെ? ഉഷ്തുദ് ബിഹാദിഹി നിസാബത്ത് റസി. ഈ ഇതുകൊണ്ട് ഒന്ന് തല നല്ല മുറുക്കി കെട്ടിക്കാം, നല്ല വേദന ഉണ്ട് എന്നർത്ഥം. ഫഅൽതു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം ആ നെറ്റിയിലുണ്ടായിരുന്ന ആ തുണി ഞാൻ നന്നായിട്ട് മുറുക്കി കെട്ടി കൊടുത്തു. ഫവദ കഫഹു അല മങ്കിമി. പിന്നെ നബിയുടെ നിലത്തിരുന്നു. വദ കഫഹു അല മങ്കിമി. എന്നിട്ട് എന്ത് ചെയ്തു? എൻ്റെ ചുമലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൈ വെച്ചു. എന്നിട്ട് ഊന്നിയിട്ട് എണീക്കാൻ പറ്റുന്നില്ല. ഇരുന്നിട്ട് തലവേദന കൊണ്ട് ഭയങ്കര തലവേദനയായിട്ടാണ്. ഈ ഒന്ന് ആശ്വാസത്തിന് വേണ്ടിയാണ്, ഒന്ന് പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കാൻ വേണ്ടിയാണ്, ഇമാമിക്കാൻ വേണ്ടിയാണ് നെറ്റി ഒന്നായിട്ട് കെട്ടാൻ പറഞ്ഞത്. അപ്പോൾ കെട്ടിയത് മുറുക്കം പോരാഞ്ഞിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ ചുമലിൽ പിടിച്ചിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണീറ്റ് നിന്നു. ഫദഖല ഫിൽ മസ്ജിദി. അങ്ങനെ പള്ളിയിലേക്ക് കയറി നിസ്കരിച്ചു സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലം. നബി തങ്ങൾ എങ്ങനെയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് എന്നാണ് അടുത്ത പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബിൻ്റെ ആ മാർഗ്ഗങ്ങളൊക്കെ പിൻപറ്റി ജീവിക്കുന്ന അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മുടെ നോമ്പ് നിസ്കാരമൊക്കെ സ്വീകരിക്കട്ടെ. ഇതൊക്കെ ജീവിതത്തിൽ പകർത്താനും മനസ്സിലാക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.